നമ്മളെ ജീവിതത്തിൽ അമ്മയോളം സ്നേഹം നമുക്ക് മറ്റാരിൽ നിന്നും കിട്ടില്ല. അത് അമ്മയോട് നമ്മൾ ചിലപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നത് കല്യാണം കഴിയുന്നത് വരെ ആയിരിക്കും. കല്യാണം കഴിയുമ്പോഴത്തേക്ക് ഭാര്യ വരും. ഭാര്യയുടെ ഇഷ്ടത്തിന് ചിലപ്പം നമ്മൾ വേറെ വീട് വെച്ച് മാറി ഒക്കെ താമസിക്കും, അല്ലെങ്കിൽ ജോലി കാര്യങ്ങളായിട്ട് നമ്മൾ മാറാറുണ്ട്. പക്ഷേ എന്നാലും അമ്മയോളം സ്നേഹം എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മയെ നമുക്ക് എല്ലാവർക്കും പറ്റിക്കാൻ എളുപ്പമാണ്. അമ്മ നമ്മൾ പറയുന്നത് കള്ളമാണ്, പറ്റിക്കുകയാണെന്ന് കണ്ടാലും അമ്മ അങ്ങ് ക്ഷമിക്കും. അമ്മ ക്ഷമിച്ച് നമ്മളെ വീണ്ടും ചേർത്ത് പിടിക്കും. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ ഈ അമ്പലങ്ങളിൽ ഉത്സവം പറഞ്ഞ കാലഘട്ടമാകുമ്പം നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും അമ്പലത്തിൽ ഉത്സവത്തിന് പോകും. അത് രാത്രിയാകുമ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ പയ്യെ ചോറും കഴിച്ചിട്ട് അച്ഛൻ കിടന്നെന്ന് കാണുമ്പോൾ ഞാൻ പയ്യെ പോകും. അത് അമ്മ കാണുന്നുണ്ട്. പോയിട്ട് ഞാൻ 1 മണിക്ക് 2 മണിക്ക് വന്നാലും അച്ഛൻ അറിയാതെ എന്നെ വീട്ടിൽ കയറണമെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ കണ്ടാൽ ഉറപ്പായിട്ട് തല്ല് കിട്ടും. ഞാൻ അമ്മയെ സോപ്പിട്ട് പോണതാണ്. തല്ല് കിട്ടും. അമ്മ വാതിലിൻ്റെ സൈഡിൽ ഇരുന്ന് ഉറങ്ങും. വാതിൽ ഞാൻ വന്ന് ഒരു വിളിക്കുമ്പോഴത്തേക്ക് അമ്മ വിളി കേട്ടിട്ട് വാതിൽ തുറന്നു തരും. ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ അമ്മയ്ക്ക് മാത്രമേ നമുക്ക് തരാൻ കഴിയുള്ളൂ. വേറെ ആർക്കും നമുക്ക് തരാൻ കഴിയില്ല. എന്നാൽ കല്യാണം കഴിഞ്ഞ് ഭാര്യയൊക്കെ ആയിട്ട് വന്ന സമയത്ത് നോക്കിയപ്പോഴത്തേക്ക് ഭാര്യയോട് ഞാൻ പറയുന്നത് ഇന്ന് അമ്പലത്തിലെ ഉത്സവമുണ്ട്, ആദ്യമൊന്നും വിടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പോയിട്ട് വരും എന്ന് പറഞ്ഞ് വിടും. പോയിട്ട് നമ്മൾ വന്ന് വീട്ടിൽ വന്ന് കിടന്ന് ഒരു സ്റ്റെപ്പ് വാതിലിൽ തട്ടിക്കിടന്ന് വിളിച്ചാലും ഈ പണ്ടാരം വാതിൽ ഉറക്കൂല. പിന്നെ കടവരാന്തയിലോ അല്ലെങ്കിൽ കോലായിലോ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങി നേരം പിടിപ്പിക്കേണ്ടി വരും. അപ്പോൾ അതാണ് നമുക്ക് അമ്മയിലെന്നുള്ള സ്നേഹം. അമ്മ നമുക്ക് എന്ത് വിഷമം വന്നാലും അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും. അതുപോലെ ഈ രാത്രി ഉറങ്ങാതിരുന്നിട്ട് അമ്മ രാവിലെ വീണ്ടും 4 മണിക്ക് എണീറ്റ് ഭക്ഷണം ഉണ്ടാക്കും. പക്ഷെ ആ വിലയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ആ സിറ്റുവേഷൻ കിടന്ന് വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അമ്മ അന്ന് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. നമുക്ക് വേണ്ടിയാണ് അമ്മ ഇത്രയും കഷ്ടപ്പെടുന്നത്. അതുപോലെ അമ്മയ്ക്ക് 3 മക്കളുണ്ടെങ്കിൽ 3 മക്കൾക്ക് വേണ്ടി അമ്മ ഇതേപോലെ സമയം മാറ്റി വയ്ക്കുകയാണ്. ഇതൊന്നും നമുക്കറിയില്ലായിരുന്നു. നമുക്ക് ആ അമ്മയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആ മനസ്സിലാക്കാൻ കഴിയാത്ത മക്കളുടെ ജീവിതവും പരാജയമായിരിക്കും. 100% പരാജയമായിരിക്കും. അത് നമ്മൾ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അമ്മയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ജീവിതം ഉറപ്പായിട്ട് പരാജയമായിരിക്കും.